രാഹുൽ ഈശ്വർ, ആദ്യം നയൻതാര സൈഗാൾ, അശോക് വാജ്പേയി, ഉദയ് പ്രകാശ്, ഇപ്പോൾ ഇതാ സാറ ജോസഫും. രാജ്യത്ത് നിലനിൽക്കുന്ന അത്യധികം ആസുരമായ ഫാസിസ്റ്റ് വാഴ്ചയെന്ന് തോന്നാവുന്ന ഫ്രിഞ്ച് എലമെന്റ്സിന്റെ അഴിഞ്ഞാട്ടത്തിനെതിരെ സാഹിത്യകാരന്മാർ പ്രതികരിക്കുകയാണ്. സ്വാഭാവികമായും ഫാസിസം വന്ന് വാതിലിൽ മുട്ടുമ്പോൾ അവർക്ക് വീടിനകത്തിരുന്ന് ഉറങ്ങാൻ സാധിക്കുകയില്ലല്ലോ. കാര്യം വളരെ പ്രസക്തമാണ്. രാജ്യത്ത് ധാരാളം ദൗർഭാഗ്യകരമായ ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഭരണം മാത്രമല്ല, കുറച്ചു കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന ജീപ്പ് കത്തിക്കൽ സംഭവമടക്കം ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തവയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളടക്കമുള്ള പല എഴുത്തുകാരും അല്ലെങ്കിൽ പല ആക്ടിവിസ്റ്റുകളും ആദ്യം ഭാരത് മാതാ, പിന്നെ ഗോമാതാ, പെഹലെ ഭാരത് മാതാ ഫിർ ഗോമാതാ തുടങ്ങിയ ക്യാമ്പയിനുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ എല്ലാം നമുക്ക് പ്രതിഷേധിക്കണം. പക്ഷേ വിഷമം വരും. സാർ ടീച്ചറിനോട് ഏറ്റവും ആദരവേ ഉള്ളൂ, സച്ചിദാനന്ദ സാറിനോട് ആദരവേ ഉള്ളൂ. പക്ഷേ ഇത് പലപ്പോഴും സെലക്ടീവ് സെക്കുലറിസം ആണ്, സെലക്ടീവ് പ്രതിഷേധമാണെന്ന് ആൾക്കാർക്ക് തോന്നാറുണ്ട്. ശ്രീ എം ബഷീറിനെതിരെ പോസ്റ്റർ പതിച്ചവർ, ഇവിടെ പോസ്റ്റർ പതിച്ചു എന്ന് പറഞ്ഞ് അതിശക്തമായി പ്രതിഷേധിച്ചവർ, ദീപ ടീച്ചറോട് കോളേജ് അധികൃതർ ഒരു പോസ്റ്റ് ഇട്ടതിന് വിശദീകരണം ചോദിച്ചതിന്റെ പേരിൽ സാംസ്കാരിക കേരളം തകർന്നുപോയി എന്ന് പരിതപിച്ചവർ, വിലപിച്ചവർ, എന്റെ കാറ് തല്ലി തകർത്തപ്പോ ഒരു സാംസ്കാരിക പ്രവർത്തകനെ അവിടെ കണ്ടില്ല. വെറുതെ ഒരു വാക്കിലൂടെ, ഒന്ന് രണ്ട് പേര് ചെയ്തു ഇല്ലതല്ല, ഒന്ന് രണ്ട് വാക്കിലൂടെ ഇവരാരും പ്രതിഷേധം പറഞ്ഞില്ല. അപ്പൊ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ കാണാം. ഞാനൊരു മധ്യ വലതിന്റെ വക്താവാണ്. മധ്യ ഇടതിൽ നിൽക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം കൺസോളിഡേറ്റ് ചെയ്യാൻ, വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ഇതൊരു പാറ്റേൺ ആണ് എന്ന് വരുത്തുകയും, വിഷയങ്ങളുണ്ട് ഇല്ലെന്നല്ല, വിഷയങ്ങളെ ബന്ധിപ്പിച്ച് പാറ്റേൺ ആണ് എന്ന് വരുത്തുകയും അതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ എഴുതി പ്രതിഷേധിക്കൂ, അക്കാഡമിയോട് പ്രതിഷേധിക്കുകയല്ല, എഴുതി പ്രതിഷേധിക്കൂ, കൂടുതൽ ശക്തമായി സംസാരിച്ചുകൊണ്ട് പ്രതിഷേധിക്കൂ. അങ്ങനെ ഒരു മധ്യമാർഗത്തിലേക്ക് നമ്മൾ എത്താതെ ദയവായി ഒരു സ്കെയർ മോങ്കറിംഗ്, ഭയം ജനിപ്പിക്കുക. നമ്മുടെ ന്യൂനപക്ഷത്തിലെ പല സഹോദരന്മാർക്കും ഭയമുണ്ട് പല കാര്യങ്ങളാൽ. എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല നമ്മൾ വേണ്ടത്, ആ എരുതിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ ഭയത്തെ ഊതി വീർപ്പിക്കുന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യയിൽ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് ആ പ്രശ്നങ്ങൾക്ക് ഇന്ത്യ ഇല്ലാതാകുകയാണ് തുടങ്ങിയ പ്രചരണങ്ങൾ വരികയാണെങ്കിൽ അത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്, ഏത് വിഭാഗത്തിന്റെ ആണെങ്കിലും കരങ്ങൾക്ക് ശക്തി പകരുകയുള്ളൂ. ആ രീതിയിൽ സമചിത്തതയോടെ എല്ലാരെയും യോജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണം. ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. എം.എ. സാർ പറഞ്ഞപ്പോ ബംഗാളിൽ നിന്ന് പുറത്താക്കിയപ്പെട്ട തസ്ലീമ നസ്രീന്റെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോ ചിലപ്പോഴെങ്കിലും ഇതിനൊരു രാഷ്ട്രീയ ചുവ വന്നോ എന്ന് തോന്നിയാൽ ഞങ്ങളുടെ എല്ലാം നിലപാട് ശ്രീ പ്രകാശ് കാരാട്ട് പണ്ട് ഇൻഡോ അമേരിക്കൻ ന്യൂക്ലിയർ ഡീൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞ നിലപാടാണ്. എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ചാപ്റ്റർ 4 പറയുന്നത് പോലെ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയെ അപമാനിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീവ്രവാദ ശക്തികൾക്ക്, തീവ്രവാദത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നു. ഒരു സമുദായത്തെ മനഃപൂർവ്വം അപമാനിക്കാതെ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രതിഷേധ രീതികളും കാഴ്ചപ്പാടുകളും ഉണ്ടാകണം. ചിലർക്കെങ്കിലും ഇത് ഭൂരിപക്ഷത്തിന് വിരുദ്ധമാണോ എന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ശ്രീ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ മുമ്പാണെങ്കിൽ ഒരു പക്ഷേ അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ന്യൂനപക്ഷങ്ങളിൽ ചില ആശങ്കകളുണ്ട്, വിശിഷ്യ മുസ്ലിം ജനവിഭാഗങ്ങളിൽ ചില ആശങ്കകളുണ്ട്. നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിന്റെ പേരിൽ ഒരുപാട് പേര് രാഷ്ട്രീയം കളിക്കുന്നുണ്ട്, അത് വേറെ. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് വേറെ. അത് പരിഹരിക്കാൻ ശ്രമിക്കണം. രണ്ട്, ഉറപ്പായിട്ടും ഗോഡ്സെ ഗ്ലോറിഫൈ ചെയ്യുന്ന സാക്ഷി മഹാരാജോ സാധ്വി പ്രാച്ചിയോ അതേപോലെ തന്നെ ഒവൈസിയോ ആസം ഖാനോ അക്ബറുദ്ദീൻ ഒവൈസിയോ ഒന്നും വേണ്ട. ഇവരെ എല്ലാം ഒരുമിച്ച് എതിർക്കാത്തതുകൊണ്ടാണ് സാംസ്കാരിക ഇരട്ടത്താപ്പുണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് ഇവിടുത്തെ സാധാരണ ജനത്തിന് തോന്നുന്നത്. മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശീയ കലാപം, വർഗീയ കലാപം, 3.5 ലക്ഷം 4 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളെ, കാശ്മീരി ഹിന്ദുക്കളെ കാശ്മീരിൽ നിന്ന് വെളിയിൽ ഇറക്കിയതാണ്. ഇന്നേ വരെ ഇവിടെ ഒരു സാംസ്കാരിക നായകനും ആ പേര് പോലും ഉച്ചരിച്ചിട്ടില്ല. അങ്ങനെ കരുതുമ്പോൾ ഇതിൽ ഇരട്ടത്താപ്പുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് പക്ഷപാതം പ്രതിഷേധത്തിൽ പോലും ഉണ്ടാകുന്നത്, ഡബിൾ സ്റ്റാൻഡേർഡ്സ് പ്രതിഷേധത്തിൽ ഉണ്ടാകുന്നത്? അത് പറയുമ്പോഴും ഈ സംഭവങ്ങളെ എല്ലാം നമ്മൾ അപലപിക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതിൽ രാഷ്ട്രീയവും സമുദായവും കാണരുത്. കാശ്മീരി പണ്ഡിറ്റുകളാണെങ്കിലും ഗോദ്രയാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും സിഖ് ആണെങ്കിലും മനുഷ്യരാണ് മരിച്ചു വീഴുന്നത്. അവരെ ഒരു കാരണവശാലും അനുകൂലിക്കും. ഒറ്റ വരി പറഞ്ഞാൽ, മരിച്ച അഖ്ലഖിന്റെ മകൻ മുഹമ്മദ് സർത്താജ് പറഞ്ഞ വാക്കുകൾ, സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര, എന്റെ രാജ്യം ലോകത്തെ ഏറ്റവും നല്ലതാണ്, എന്റെ അച്ഛനാണ് ജീവൻ നഷ്ടപ്പെട്ടത്, എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അതിന്റെ മേൽ രാഷ്ട്രീയം കളിക്കരുത്.